തടക്കം വിട്ടുമാറാതെ ഒരു നാട് വെഞ്ഞാറമൂട് തലസ്ഥാനത്ത് ഇത്രയും വലിയൊരു കൊലപാതകം ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. കാരണം ഇതിന് പിന്നിൽ ഒരു പ്രതി മാത്രമാണുള്ളത്. ഒരു ദിവസം മാത്രം നടത്തിയ ഒരു കൊലപാതകം, അതും ഒരു പകൽ നീണ്ടു നിന്ന കൊലപാതകങ്ങൾ എന്ന് തന്നെ പറയണം. ആ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്തി. അഫാൻ ഉമ്മ ഷെറിയോട് പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നു. പണം ഉപയോഗിച്ചത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അഫാന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കും. പോലീസ് ഇന്ന് അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കും. പ്രതിയുടെ ഉമ്മ ഷെറി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ട്. ആദ്യം പ്രജിത് മോഹനിലേക്കാണ് പോകുന്നത്. പ്രജിത്ത് ഇപ്പോൾ ഉള്ളത് അഫാൻ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാണ്. പ്രജിത്ത്, ഒരു ദിവസം നീണ്ടു നിന്ന കൊലപാതകങ്ങൾ, 5 പേർ, അതും ഉറ്റവർ. എന്തിനാണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ആ നാടും വീടും കേരളം ഒന്നാകെയും ചോദിക്കുന്നത്. നിലവിൽ അഫാന്റെ ആരോഗ്യനില എങ്ങനെ? ഒപ്പം മൊഴിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ സാമ്പത്തിക ബാധ്യതയാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന് കാരണം. പക്ഷെ ആ മൊഴിയൊന്നും തന്നെ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ അറിയേണ്ടത് അഫാന്റെ ആരോഗ്യനില എങ്ങനെയാണ്, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അഫാന്റെ ആരോഗ്യനിലയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള വിവരം നമുക്കില്ല. അയാൾ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ അയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 1-ാം വാർഡിൽ നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം. പ്രത്യേകിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇയാൾക്കില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതുമാണ്. കാരണം മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട് പ്രതി, പോലീസുകാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും വളരെ നിർവികാരനായി ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തു എന്നുള്ള ഭാവമൊന്നും പ്രതിക്കില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ആശുപത്രിയിലുള്ള ആളുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇതേ വാർഡിലുണ്ടായിരുന്ന ഒരാളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അഫാൻ പ്രത്യേകിച്ച് ഒരു കൊലപാതകം ചെയ്ത് ഇത്ര വലിയ കൃത്യം ചെയ്തതിൻ്റെ കുറ്റബോധമോ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമോ അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അയാൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു, പോലീസ് കാവലിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി മജിസ്ട്രേറ്റ് എത്തി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കൊലപാതക കേസിലെ പ്രതി അയാൾ വിഷം കഴിച്ച് ചികിത്സയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് പോയത്. ഇന്നെന്തായാലും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിനനുസരിച്ച് ഇയാളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോലീസ് പോകും. എന്തായാലും ഇന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ ഇയാളുടെ കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചറിയും. തുടർന്നായിരിക്കും കസ്റ്റഡിയിലേക്ക് മാറ്റിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അത് ഈ കേസിൽ വളരെ നിർണായകവുമായിരിക്കും. കാരണം പ്രാഥമികമായി അഫാൻ നൽകിയ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. പലപ്പോഴും ഈ കൊലപാതകത്തിൻ്റെ ഒരു തുടക്കവും മുടക്കവും ഒക്കെ എപ്പോഴാണ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അഫാൻ കൃത്യമായ മറുപടിയൊന്നും ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയിരുന്നില്ല. പിന്നീട് തുടർച്ചയായി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങനെ ഒരു കാര്യത്തിലേക്കും എത്തുന്നത് പോലും. എന്തായാലും നിലവിൽ എന്തിനു വേണ്ടി ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അഫാൻ നൽകിയിരിക്കുന്ന മൊഴി സാമ്പത്തിക പ്രതിസന്ധി മൂലം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അടക്കം പലരോടും പണം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഈ പറയുന്ന ബന്ധുക്കളാരും നൽകാൻ തയ്യാറായില്ല. ഉമ്മയടക്കം ഈ പറയുന്ന രീതിയിൽ ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി എന്നുള്ള നേരത്തെ ഒരു മൊഴിയുടെ ഭാഗമായിട്ടൊക്കെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ബന്ധുക്കളോട് അഫാൻ തന്നെ പണം ആവശ്യപ്പെടുന്നത്. പക്ഷേ അപ്പോൾ ബന്ധുക്കളാരും പണം നൽകാൻ തയ്യാറായില്ല എന്നുള്ളൊരു വിഷയവും അഫാൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധി രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് എല്ലാവരെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു അഫാൻ്റെ മൊഴി. അപ്പോഴും പോലീസ് പൂർണ്ണമായും ഇത് വിശ്വസിക്കുന്നില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് അഫാൻ പറയുന്നു. അഫാന് ചില കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായി പ്രാഥമികമായൊരു വിവരമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ഥിരീകരിച്ച് ഇത്തരമൊരു കൊലപാതകം നടത്തുന്ന രീതിയിലേക്ക് പോകാനുള്ളൊരു സാമ്പത്തിക ബാധ്യത അത് അഫാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഈ പറയുന്ന രീതിയിൽ അഫാൻ്റെ ബാപ്പയടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ഏറ്റവും പുതിയ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അഫാന് നേരിട്ട് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അഫാൻ്റെ ഉപ്പ അല്ലെങ്കിൽ അയാളുടെ ബാപ്പ നൽകുന്ന മറുപടി എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും സൗദിയിലാണ്, ഇപ്പോഴും നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ വെച്ച് ചില സാമ്പത്തിക ബിസിനസ്സുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അതിന് വീട്ടാൻ വേണ്ടി നാട്ടിലുള്ള സ്ഥലവുമൊക്കെ വിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. എന്നാൽ ഇത് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ അഫാന് അറിവുള്ളതുമാണ്. അത്
തനിക്കാണ് ആ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നത്, മകൻ അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയോ ബാധ്യതയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അഫാൻ്റെ പിതാവ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു ബാധ്യത കുടുംബത്തിനുണ്ട്, സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് അഫാനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് അഫാൻ്റെ പിതാവ് നൽകുന്ന ഒരു മറുപടി എന്നുള്ളത്. അത് വളരെ പ്രസക്തവുമാണ്. കാരണം സാമ്പത്തിക ബാധ്യത മാറ്റേണ്ട ആവശ്യം അല്ലെങ്കിൽ അത് ഇല്ലാതാക്കേണ്ട ആവശ്യം അഫാൻ ഇല്ല എങ്കിൽ ഇത്തരമൊരു സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രതിസന്ധിയെ തുടർന്നാണ് ഈ കൊലപാതകങ്ങളിലേക്ക് പോയി എന്നുള്ള മൊഴി അത് വിശ്വസ്തരെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതൊരു തെറ്റായ രീതിയായി മാറുകയും ചെയ്യും. പക്ഷേ അപ്പോഴും സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് അഫാനെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഈ മണിക്കൂറുകളിൽ നിലനിൽക്കുന്നത്. അത് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇന്ന് അഫാനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ അത്തരം കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. പോലീസ് ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്ന ഏക ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഉറച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. വിവിധ സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ കുടുംബത്തിൽ ഈ കൊല ചെയ്യപ്പെട്ട ആളുകളോടൊക്കെ അഫാൻ നേരത്തെ പണം ആവശ്യപ്പെട്ടിരുന്നു. അന്നേ ദിവസവും പണവുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുള്ളതായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാണ്. അപ്പോൾ സ്വന്തം ഉപയോഗത്തിന് പണം ആവശ്യപ്പെട്ടു, അതായത് ഈ ആർഭാട ജീവിതത്തിനും ദൂരത്തിനുമൊക്കെ പണം ആവശ്യപ്പെട്ടത് കൊണ്ട് അത് നൽകാത്തതിനുള്ള വൈരാഗ്യമാണോ ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ മറ്റൊരു സാധ്യതയായി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് ഉപയോഗം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇത്തരമൊരു കൂട്ടക്കൊലപാതകത്തിലെ ഏതെങ്കിലും തരത്തിൽ മുൻ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സ്വാധീനമോ അത്തരത്തിലെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും പോലീസ് വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അഫാൻ ആശുപത്രിയിൽ തുടരുന്നു. അഫാൻ്റെ കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത്തരമൊരു സ്റ്റേജിലേക്ക് പോലും അഫാൻ എപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ രാത്രിയിൽ നിന്ന് തന്നെ മനസ്സിലായത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷവും മറ്റുള്ളവരോട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ചില ആശുപത്രിയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ വാർഡിൽ ചികിത്സയിലുള്ള ആളുകളൊക്കെ പറയുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒട്ടും കുറ്റബോധമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം തുടരുക. ഇപ്പോൾ ചുള്ളാളത്തെ അഫാന്റെ വാപ്പയുടെ സഹോദരന്റെ വീട്ടിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഒരു മൃതദേഹങ്ങൾ ഇപ്പോഴും വീട്ടിലുണ്ട്. ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വീട് തുറന്ന് ഉള്ളിൽ പ്രവേശിക്കുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ലത്തീഫ്, ഷാഹിദ എന്നിവരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരെ രണ്ടാമതായിട്ട് കൊലപാതകം നടത്തുന്നത് ഈ ലത്തീഫിനെയും ഷാഹിദയുമാണ്. അഫാൻ ഈ വീട്ടിലേക്ക് എത്തുകയും ഇവിടെ കൊലപാതകം നടത്തുകയുമാണ് ചെയ്തത്. ഒരു രാവിലെ 10 മണിക്ക് വൈകിട്ട് 6 മണിക്കും ഇടയിലുണ്ടായ ഒരു വലിയ കൊലപാതക പരമ്പരയാണ് അരങ്ങേറിയത്. അതിൻ്റെ ഒരു ഞെട്ടൽ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്ഥലത്തും വളരെയേറെ ഞെട്ടലിലാണ് ആളുകൾ ഇപ്പോഴും ഉള്ളത്. ഇനി ഇത്തരം ഈ ഒരു സംഭവം ഒരു അപ്രതീക്ഷിതമായിട്ട് നടന്ന സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഞെട്ടൽ ഈ ഇവിടുത്തെ പ്രദേശവാസികളിൽ നിന്നടക്കം വിട്ടുമാറിയിട്ടില്ല. ലത്തീഫിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണെന്നാണ് ഇപ്പോൾ നമ്മൾ പലരോടും സംസാരിച്ചതെന്ന് അറിയാൻ കഴിയുന്നത്. പല കാര്യങ്ങളിലും ഇവിടുത്തെ മറ്റ് പല കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടവും താല്പര്യവുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് വലിയ വിവരങ്ങൾ ഒന്നും ഇവിടെ ഉള്ളവർക്ക് അറിയുമില്ല. ചേട്ടാ, നിങ്ങളിത് എത്ര മണിക്കാണ് അറിയുന്നത്? ഈ സംഭവം അറിയുന്നത് എത്ര മണിക്കാണ്? ഞാൻ ഇന്നലെ അറിഞ്ഞ വൈകിട്ടായി, 6 മണിയായി. 6 മണിക്കാണ് സംഭവം അറിയണം. ന്യൂസിൽ കൂടെ അറിഞ്ഞിട്ടതിന് ശേഷമാണ് ഇവിടെ എത്തിയതോ? നിങ്ങൾക്ക് ഒരു പാവ മനുഷ്യനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലേറ്റ് നല്ല സഹകരണം, അവിടെ പള്ളിയായിട്ടൊക്കെ എപ്പോഴും നമസ്കരിക്കാൻ പോകുമ്പോഴേക്ക് ചെയ്യും. ഭാര്യ നല്ല ഇതാണ്, വേറെ ആളുമായിട്ടൊക്കെ നല്ല. ഈ അഫാൻ ഇവിടെ വരാറുണ്ടോ? അതിനെപ്പറ്റി അറിയില്ല. തൊട്ടടുത്തുള്ള ആരെങ്കിലും ചോദിച്ചാൽ അറിയാം. ഞാൻ കുറച്ച് ദൂരെയാണ്. കണ്ടുപരിചയമൊന്നും ഉണ്ടാവില്ല? കണ്ടിട്ടില്ല. നിഖിലെ, നമ്മൾ ഇവിടെ ഈ ചുള്ളാളത്ത് തന്നെയുള്ളൊരു ചേട്ടനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ലത്തീഫിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. മറ്റ് പല വിടുത്ത സാമൂഹ്യ അദ്ദേഹം ഇടപെടുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. എന്നാൽ ഈ കൊലപാതകം നടത്തിയ അഫാൻ ഇവിടേക്ക് അങ്ങനെ എത്താറില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കും വലിയ പരിചയം അഫാനെക്കുറിച്ച് ഇല്ല എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ളവർ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഫോറൻസിക് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഫോറൻസിക് സംഘം നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കിളിമാനൂർ
SHO നേതൃത്വത്തിലൊരു പോലീസ് സംഘം തന്നെ ഇവിടെയുണ്ട്. 5 സ്ഥലങ്ങളിലും 5 SHOയുടെ നേതൃത്വത്തിലാണ്, CIയുടെ സർക്കിളിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇൻക്വസ്റ്റ് നടപടികളും അടക്കമുള്ള അന്വേഷണത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. 5 സ്ഥലങ്ങളിലും 5 SHOകളുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ചുള്ളാടത്തെ SN പുരത്തെ ലത്തീഫിൻ്റെയും ഷാഹിദയുടെയും ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് ആണ് ഈ പോസ്റ്റ്മോർട്ടത്തിനായി ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം തുടർന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കൂടുതൽ പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ചുള്ളാളത്തെ SN പുരത്തെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് വലിയ ഞെട്ടൽ നമുക്ക് തന്നെ മനസ്സിലാകും. കാരണം ഇത്രയും ഒരു കൊലപാതക പരമ്പരകൾ, അതും അതിക്രൂരമായി ദാരുണമായി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ളൊരു സംഭവമായിരുന്നു ഉണ്ടായത്. അതിൻ്റെ ഒരു വലിയ ഞെട്ടലിലാണ് ഈ പ്രദേശവാസികൾ അടക്കമുള്ളത്. അതിൽ നിന്ന് വിട്ടുമാറാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല പ്രദേശവാസികൾക്കും. അഫാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ കൊലപാതകം നടത്താനുള്ള കാരണം സാമ്പത്തികമാണെന്ന് പറയുമ്പോൾ പോലും അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ആളല്ല അഫാൻ എന്നാണ് ഇപ്പോൾ അഫാൻ്റെ പിതാവിൽ നിന്ന് തന്നെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. എന്നാൽ പിതാവിന് 75 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടായിരുന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. അതിൻ്റെ കടം ചോദിച്ചിരുന്നു, നൽകിയില്ല. അതിനെ തുടർന്നാണ് കൊലപാതകം അഫാൻ നേരത്തെ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസിന്റെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ അത്തരത്തിലുള്ള കടങ്ങൾ എന്നാണ് ഇപ്പോൾ കഴിയുന്നത്.